അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. صدق الله العلي العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ മഹല്ലിന്റെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ മഹല്ലത്തിൽ മുഅദ്ദിനായി ജോലി ചെയ്യുന്ന സഅദി ഉസ്താദ്, അതുപോലെ നമ്മുടെ ഈ ജമാഅത്തിന്റെ പ്രഗൽഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട യൂസുഫ് ഗൗസിയ, സെക്രട്ടറി അബ്ബുഹാജി ഖജാൻജി അടക്കമുള്ള കമ്മിറ്റിയുടെ പ്രഗൽഭരായ നേതാക്കന്മാർ, നാട്ടിൻ്റെ കാരവന്മാർ, സഹോദര സഹോദരിമാർ, പിഞ്ചോമന മക്കൾ, നമ്മുടെ നാട്ടിൽ ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യങ്മെൻസിന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും ഇവിടെ കേൾക്കുന്ന എല്ലാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനും ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ റബ്ബ് കബൂൽ ചെയ്യട്ടെ. നാളെ പരലോകത്ത് ഗുണമായി സാക്ഷി നിൽക്കുന്ന അഅ്മാലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സഹോദര സഹോദരിമാർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമുക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകിയവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, അതിനു വേണ്ടി അധ്വാനിച്ചവർ, അതിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. എല്ലാവർക്കും അള്ളാഹു പൊറുത്ത് തരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം ഈ മഹത്തായ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് ഞാൻ വിരാമം കുറിക്കുകയാണ്. കാരണം പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം വേദിയിൽ ഇരിക്കേണ്ടവരാണ്. പക്ഷേ അവര് വേദിയിൽ വന്നാൽ അവിടെ കസേരയിൽ ആളില്ലാതായി പോകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അവര് സദസ്സിനെ ഭംഗിയാക്കാൻ അവിടെ തന്നെ ഇരുന്നിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാം റബ്ബ് കബൂൽ ചെയ്യട്ടെ. സ്വാഗത പ്രസംഗങ്ങളിൽ നാം ഒക്കെ കേട്ടതുപോലെ ഇന്ന് ലോകത്ത് മുഅ്മിനീങ്ങൾ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹു അവരെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കും. ചിലപ്പോൾ ബിമാ കസബത്ത് ഐദിന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നൽകി അല്ലാഹു പരീക്ഷിക്കും. അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഷർറ് വന്നാൽ, അവർക്കൊരു പ്രയാസങ്ങൾ സംഭവിച്ചാൽ അവരൊക്കെ അത് വളരെ ലളിതമായ രീതിയിൽ അതിനെ വേണ്ടതുപോലെ ക്ഷമയോടെ സ്വീകരിക്കുകയും, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സന്തോഷത്തിന്റെ സമയങ്ങൾ വന്നാൽ അത് അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്ത് അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തി അവര് അല്ലാഹുവിലേക്ക് മുഴുവനും സമർപ്പിക്കുകയാണ്. ഇത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, എല്ലാം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനിക്കത് മുഴുവനും ഖൈറാണ്.
ഇദാ അസാബതുഹു ശർറ ശകറ, ഷർറുകൾ അത് അല്ല സറാഹു, സന്തോഷങ്ങൾ അവനിക്കുണ്ടാകുമ്പോ റബ്ബിന് വേണ്ടി ശുക്ർ ചെയ്യും, അതവനിക്ക് ഖൈറാണ്. പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ സ്വബറ, അവൻ ക്ഷമിക്കും, ഫക്കാന ഖൈറൻ ലഹു, അതവനിക്ക് ഖൈറായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഫലസ്തീനിന്റെ അവസ്ഥകൾ നാമൊക്കെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടവരാണ്. വളരെയേറെ നമ്മുടെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് നാമൊക്കെ കണ്ടുപോയിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ പരിശുദ്ധമായ റമദാൻ 4 വെള്ളിയാഴ്ചകളിലും ലോകത്തുള്ള എല്ലാ പള്ളികളിലും ഖതീബ് ഉസ്താദന്മാർ മിമ്പറിൽ കയറി പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയത് നമുക്കൊക്കെ അറിയാം. ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങളാണവർ, നമ്മളെപ്പോലെ ജീവിക്കേണ്ടവരാണവർ. പക്ഷേ അള്ളാഹുവിന്റെ വിധി എന്ന് പറയാം, അവരിന്ന് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കവിടെ സന്തോഷമില്ല, അവർക്കവിടെ വേണ്ടതുപോലെ ഭക്ഷണം കഴിക്കാൻ, വേണ്ടതുപോലെ വസ്ത്രങ്ങൾ ധരിക്കാൻ, വേണ്ടതുപോലെ ജീവിക്കാനുള്ള വ്യവസ്ഥകൾ ഇന്ന് ഫലസ്തീനിലില്ല. എന്തുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ ഒരു തെറ്റും ചെയ്യാതെ പിഞ്ചോമന മക്കളെ വരെ അവർ കൊന്നടച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല എന്തിനാണ് നമ്മളെ കൊല്ലപ്പെടുന്നത് എന്ന്. ചോര കൊണ്ട് മുങ്ങിക്കുളിക്കുകയാണ്. നമ്മളെ പോലാത്ത പിഞ്ചോമന മക്കൾ, അവരുടെ മാതാപിതാക്കൾ എവിടെയോ, മക്കൾ എവിടെയോ, അവരൊക്കെ റബ്ബിലേക്ക് യാത്രയായി, അവരൊക്കെ ഭൂമിയിൽ വീണ് കിടക്കുന്ന രംഗങ്ങൾ നമ്മളൊക്കെ കണ്ടവരാണ്. പ്രിയമുള്ളവരെ, അവരൊക്കെയും നമ്മുടെ സഹോദരങ്ങളാണ്. അവിടെ പോയി നമ്മൾ അവർക്ക് സഹായിക്കാൻ കഴിയില്ല, അവിടെ പോയി അവർക്ക് നമ്മൾ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ കഴിയില്ല, അവർക്ക് ഞങ്ങൾ ആഹാരങ്ങൾ നൽകാൻ കഴിയില്ല. പക്ഷേ അവർ അൽ മുഅ്മിനൂന ഇഖ്വാന, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പഠിപ്പിച്ചു. അവർ നമ്മളെ കുടുംബക്കാരാവണമെന്നില്ല, അവർ നമ്മുടെ അയൽവാസികളാവണമെന്നില്ല, അവർ നമ്മുടെ കൂടപ്പറപ്പുകളാവണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സുകളാവണമെന്നില്ല, നമ്മുടെ നാട്ടുകാരാവണമെന്നില്ല. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഖ്വാന, അവരെല്ലാവരും സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ, നമ്മുടെ മാതാപിതാക്കൾ വേറെയായിരിക്കാം, തറവാടിത്തങ്ങൾ വേറെയായിരിക്കാം, കുടുംബങ്ങൾ വേറെയായിരിക്കാം, വീടുകൾ വേറെയായിരിക്കാം, പക്ഷേ അൽ മുഅ്മിനൂന ഇഖ്വാന, മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. അവർക്ക് നമുക്ക് ഏറ്റവും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ഏറ്റവും വലിയ ഒരു സഹായം അദ്ദുആ, പ്രാർത്ഥന മാത്രമാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥന കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും. പ്രാർത്ഥന കൊണ്ട് പല വിപ്ലവങ്ങളും സൃഷ്ടിക്കാൻ കഴിയും. നമുക്ക് റബ്ബിനോട് ചോദിച്ച കാര്യങ്ങൾ നമ്മുടെ ദുആയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, റബ്ബിനോട് ഇഖ്ലാസോട് കൂടെ നാം തേടുകയാണെങ്കിൽ, നമ്മൾക്ക് നാം തേടുന്ന കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യും. ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ സുദീർഘമായി ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ പരിശുദ്ധമായ അവിടെയുള്ള ഫിലിസ്തീനിന്റെ മക്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രംഗം നാളെ ആഖിർ സമാനിൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന അവരെ ഒരു മുസ്ലിം രാഷ്ട്രങ്ങൾക്കും അവരെ തടയാനോ അവരെ രക്ഷപ്പെടുത്താനോ ഒന്നും കഴിയില്ല. നാളെ ആഖിർ സമാനിൽ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അവരൊക്കെയും അടക്കും, അവരൊക്കെയും നശിപ്പിക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ഹത്താ യഖ്തസിബ യഹൂദിയു, യഹൂദിയാക്കൾ, ആ സമയത്തുള്ള ജൂതന്മാർ, അവരൊക്കെ വറ അൽ ഹജർ വശജർ, അവർ മരങ്ങളുടെയും
അതുപോലെ തന്നെ കല്ലുകളുടെയും അവർ ഒളിച്ചിരിക്കും, അവർ മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജർ, ആ സമയങ്ങളിൽ മരങ്ങളും കല്ലുകളും വിളിച്ചു പറയും, യാ അബ്ദല്ലാഹ് ഖൽഫി യഹൂദിയുൻ തആൽ ഫഖ്തുൽഹു ഇല്ലൽ ഗർഖത്. പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അവിടെയുള്ള മരങ്ങളും അവിടെയുള്ള കല്ലുകളും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് മുസ്ലിമീങ്ങളോട് പറയാ, യാ മുസ്ലിം യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമ, ഇതാ എന്റെ പിന്നിൽ കല്ലുകൾ പറയും, എന്റെ പിന്നിൽ മരങ്ങൾ പറയും, എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ട് വേഗം വന്ന് ഫഖ്തുൽ, അവനെ നിങ്ങൾ കൊല്ലണം എന്ന് മരങ്ങൾ അതുപോലെ കല്ലുകളൊക്കെ പറയും. പക്ഷേ ഇല്ലൽ ഗർഖദ് ഫഇന്നഹു മിൻ ഷജരിൽ യഹൂദ്, അത് യഹൂദികളുടെ മരമാണ്. ഗർഖദ് എന്ന മരം അത് പറയും, അതൊന്നും ഉണ്ടൂല, അതൊന്നും പറയൂല. എന്തുകൊണ്ട്? അത് അവർക്കുള്ള ഒരു മരമാണ്. ഇന്ന് ഇസ്രായേലിൽ ധാരാളമായി അങ്ങനെയുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്, അതൊക്കെ വളർന്നിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആഗ്രഹത്തോടെ കാത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രഭാഷകൻ, ബഹുമാനപ്പെട്ട നമ്മുടെ ഹാഫിദ് ഉമർ ഫാറൂഖ് ഇമാമി, നമ്മുടെ ഉസ്താദ് ഖതീബ് ഉസ്താദിന്റെ പ്രഭാഷണമാണ്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഏതിരുന്നാലും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെയും ഇനിയുള്ള കാലങ്ങളിലൊക്കെ നല്ല യോജിപ്പോടെ, നല്ല റാഹത്തോടെ, പരസ്പരം വൈരാഗ്യമില്ലാതെ എല്ലാവരും നല്ല മനസ്സമാധാനത്തോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പെരുമാറ്റത്തോടുകൂടെ ജീവിക്കണം. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ നാം ഒക്കെ മരിച്ചു പോകണം. അള്ളാഹു നമ്മുടെ ആഖിബത്തൊക്കെ നന്നാക്കി തരട്ടെ. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, അതുപോലെ കുടുംബാദികൾ, നമ്മുടെ നാട്ടിന്റെ ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാപ്പമാർ, അതുപോലെ ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം നൽകിയവർ, ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ പലരും ഇന്ന് ആരുടെ മണ്ണിൽ അല്ലാഹു തആല അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഈ സദസ്സിന്റെ സന്തോഷവും മിസ്ർ സവാബും അവരുടെ ഖബറുകളിലൊക്കെ റബ്ബ് തആല ഒരു നേരം പോക്കാക്കുന്ന സ്വാലിഹായ അമലുകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട അധ്വാനിച്ച എല്ലാ നമ്മുടെ യുവാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ തിരുവാക്യം കൊണ്ട് ഈ മഹത്തായ ഈ ഒരു സദസ്സ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ മഹത്തായ വേദിയിൽ പ്രഭാഷണം കൊണ്ട്